തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, കട്ടിളപ്പടിയിൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ അടയാളം നോക്കി മാലാക പുറപ്പെട്ടു. അടയാളം നോക്കുന്ന ഒരു മാലാക, ഒരു ദൈവം ബൈബിൾ ഉടനീളമുണ്ട്. പുതിയ നിയമത്തിൽ വിരുന്നിനിടയിലൂടെ യജമാനൻ നടന്നു. വിവാഹ വസ്ത്രമില്ലാത്തൊരാളെ പുറത്തേക്ക് തള്ളി. വിരുന്നിൻ്റെ അടയാളമില്ലാത്തൊരാൾ. ഒടുവിൽ ബൈബിളിൽ പറയുന്നു, നെറ്റിത്തടത്തിൽ കുഞ്ഞാടിൻ്റെ അടയാളമില്ലാത്തവർ തള്ളപ്പെടുന്നു എന്നതിനെക്കുറിച്ച്. അടയാളം ബൈബിളിലെ പ്രമുഖമായൊരു ചിന്തയാണ്. നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു അടയാളമുണ്ടോ? ക്രിസ്തുവിൻ്റേതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു അടയാളം എന്നിലുണ്ടോ? ബൈബിളിൽ 2 പുത്രന്മാർ, ദൈവപുത്രനും ദൈവപുത്രൻ്റെ കഥയിലെ ധൂർത്തപുത്രനും. ഈ 2 പുത്രന്മാരും തമ്മിലൊരു സാമ്യമുണ്ട്. 2 പേരും സ്നേഹം തന്നെയായ പിതാവിൻ്റെ പുത്രൻ. പക്ഷേ 2 പേരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ധൂർത്തപുത്രനിൽ പിതാവിൻ്റെ അടയാളമില്ല. അയാൾ പുത്രൻ മാത്രം. പക്ഷേ പിതാവിൻ്റെ അടയാളങ്ങൾ പേറാതെ അകന്നകന്ന് പിതാവിൽ നിന്നും ഒരുപാട് അകലെയാകുന്നൊരു മകൻ. ക്രിസ്തു പറയുന്നു, ഞാനും പിതാവും ഒന്നാണ്. എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. ദൈവം നമ്മളെ മക്കളായി സ്വീകരിച്ചു എന്നത് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം. ആ ദൈവത്തിൻ്റെ അടയാളമായി മാറുക എന്നത് മക്കൾക്ക് അപ്പനോടുള്ള സ്നേഹം. എന്നിൽ ആ അടയാളമുണ്ടോ? അൽവർണായിലെ മലമുകളിൽ നിറങ്ങി വരുന്ന ഫ്രാൻസിസിൻ്റെ ശരീരം മുഴുവൻ നിലയ്ക്കാതെ രക്തമൊഴുകി പഞ്ചക്ഷതങ്ങളിൽ നിന്ന്. ക്രിസ്തുവിൻ്റെ അടയാളങ്ങളുമായി തിരിച്ചു വന്നു. അയാൾ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ മാത്രമായിരുന്നില്ല, ക്രിസ്തുവിൻ്റെ അടയാളം കൂടിയായി. ഇനി ഞാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണോ എന്ന് ചോദിക്കരുത്. ഞാനൊരു ക്രിസ്ത്യാനിയാണോ എന്നും ചോദിക്കരുത്. ഒരു ചോദ്യം മാത്രം, എന്നിൽ ക്രിസ്തുവിൻ്റെ അടയാളമുണ്ടോ? സ്നേഹപൂർവ്വം.